അസൂയപ്പെടാൻ മാത്രം വളർന്നായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. എവിടെ വളർന്നു? വളർന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ദുബായ് പോകുന്ന ഒരു വളർച്ചയാണോ? ടിക്കറ്റ് എടുക്കാനും വിസിറ്റ് വിസ എടുക്കാനും ക്യാഷ് ഉണ്ടെങ്കിൽ ആർക്കും പോവാം. അത് വളർച്ച കൊണ്ടല്ല. കാശുള്ളവൻ എവിടെയും പോവാം. അല്ലെ ടിക്കറ്റ് എടുത്ത് തരാം, അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും പോവാം. ദുബായിലോ എവിടെ വേണേലും പോവാം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെല്ലാം അവളെ മനസ്സിലായില്ലേ? നമ്മുടെ ശ്രീലക്ഷ്മി, ഇവളാണ് രേണുസുധിയെ ഇപ്പോ തുടർന്ന് കുറ്റം പറഞ്ഞ ഓരോ മീഡിയക്കാർക്ക് മുന്നിലും ബൈറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയണ ആൾക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ ഈ ഒരു രേണുസുധിയെ പറയാനായിട്ട്? കാരണം ഇവളെന്തോ കാണിച്ചുകൊണ്ട് നടക്കുന്നത്. ഇവള് ഇങ്ങനെയുള്ള ഡ്രസ്സുകളെ ഇവള് ഇടത്തുള്ളൂ. ഇതുപോലത്തെ കുറെ കോപ്രായങ്ങളാണ് ഇവള് കാണിക്കുന്നത്. അവളാണ് വന്നിട്ട് വലിയ സത്യവതീനെ പോലെ അങ്ങോട്ട് പ്രസംഗിക്കുന്നത്. എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവക്ക് ഇത് പറയാനുള്ള ഒരു യോഗ്യതയില്ല. ഇവള് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, രേണുസുധിയുടെ സുഹൃത്തായിരുന്നു ഞാൻ, പല ആപത്ത് ഘട്ടങ്ങളിലും ഞാൻ അവളെ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയാ, ഞങ്ങൾ നല്ല അടുത്ത സുഹൃത്തുക്കളായിരുന്നു, രേണുസുധി വൈറലായ ആ ഒരു റീൽ എടുത്തപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ രേണുസുധിയെ കുറിച്ചിട്ട് ഈ ശ്രീലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ എന്റെ ഒരു വിചാരം അവരത്ര കൂട്ടായിരുന്നു എന്നൊക്കെയാ വിചാരിച്ച. പക്ഷെ പിന്നീട് മനസ്സിലായി ഇവളുടെ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അസൂയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അസൂയ. കാരണം ഇവൾ എന്ത് കാണിച്ചിട്ടും അങ്ങ് വൈറലാകുന്നില്ല. രേണുസുധിയുടെ അത്രയും ഒരു ഹൈപ്പിലേക്ക് പുള്ളിക്കാരി എത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രേണുസുധിയുടെ വളർച്ച കണ്ടിട്ടാവണം ഇവള് വന്നിട്ട് അങ്ങോട്ട് കുറ്റത്തോട് കുറ്റാണ്. രേണുസുധിയെ പറയാൻ ഇനി ഒന്നുമില്ല. രേണുസുധി ഈ ദുബായിൽ പോയതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ്, അതിന്റെ തന്നെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന ഇവക്ക് ഇത് വന്ന് പറയാനുള്ള യോഗ്യത ഇല്ലാത്തവളാണ്. കാരണം ഇവൾ ഇതേ രീതിയിൽ വൃത്തികേടും കാണിച്ച് വൈറലാകാൻ വേണ്ടിയിട്ട് വൃത്തികേട് കാണിച്ച് നടക്കുന്ന ഒരുത്തിയാണ്. ഇവളുടെ വസ്ത്രധാരണം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇവക്ക് വൈറലാകാൻ വേണ്ടിയിട്ട് ഇവള് കാണിക്കാവുന്ന നാരത്തരം മൊത്തം കാണിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇവള് വന്നിട്ട് അവളെ കുറ്റം പറയുന്നത്. ഇവള് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തുവാ? ഇവള് ഇതേ രീതിയിലുള്ള പ്രവൃത്തികളെ ചെയ്തുകൊണ്ടിരിക്കും. ഇവക്ക് വൈറലാകണം. ഇവള് തന്നെ ഇതിനു മുന്നേ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നതാണ്, രേണുസുധിയെ പോലെ എനിക്കും വൈറലാകണം. ഇവര് സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു. പക്ഷെ രേണുസുധി പെട്ടെന്ന് വൈറലായി. ഒരു റീല് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വൈറലായി. പക്ഷെ ഈ പുള്ളിക്കാര് റീലുകളോട് റീല് ചെയ്തിട്ടും വൈറലാകുന്നില്ല. ഇവളെന്ത് കാണിക്കാനും റെഡിയാണ് കേട്ടോ. ഏത് രീതിയിലും കാണിക്കാനും അഭിനയിക്കാനും ഇവള് റെഡിയാ. പക്ഷെ ഇവള് അങ്ങ് വൈറലാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ രേണു ബിഗ് ബോസിലൊക്കെ പോയി വന്നതിന് ശേഷം ഇപ്പൊ ദുബായിലേക്കൊക്കെ പോയി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത്. ഇവള് അസൂയ ഒട്ടും ഇല്ലാത്ത പോലെ പറയാ, ദുബായി പോകുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല, വിസിറ്റിംഗ് വിസ ഉണ്ട്, അല്ലെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ദുബായിൽ പോകാം എന്നൊക്കെയുള്ള ഒരു എന്താ പറയാ, ഒരു പുച്ഛത്തോടു കൂടിയുള്ള പ്രതികരണം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്ന് വെച്ചിട്ട് ഞാൻ രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല പറഞ്ഞത്. ഇവക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയുള്ള? കാരണം ഇവള് ഇതിലും വലിയ വൃത്തികേട് കാണിച്ചുകൊണ്ടാണ് ഇവള് നടക്കുന്നത്. ഇവള് ഇതേ രീതിയിൽ വൈറലാകാൻ വേണ്ടി കുറെ റീൽസും ചെയ്ത് അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. തുനിഞ്ഞങ്ങ് ഇറങ്ങിയിരിക്കുക. അവളാണ് ഇവിടെ വന്നിട്ട് രേണുവിനെ പറയുന്നത്. അപ്പൊ പിന്നെ ഇവക്ക് മറുപടി കൊടുക്കേണ്ട അത്യാവശ്യമല്ലേ? ഇവളുടെ കുറെ അധികം റീൽസ് വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബോധം പോകും. എന്റെ ഒരു സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെയൊക്കെ പുറകിൽ എവിടെ പോയാലും കുറെ അധികം മീഡിയക്കാരുണ്ടാവും. അതിപ്പോ രേണു ആണെങ്കിലും ഇവളാണെങ്കിലും ഇങ്ങനെ കുറെ എണ്ണങ്ങളുടെ പുറകെ മീഡിയക്കാരുണ്ടാവും. ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവർ എവിടെ പോയാലും ഈ മീഡിയക്കാർ എങ്ങനെ അറിയുന്നു? എനിക്ക് തോന്നുന്നു ഇവളുമാരെ എന്നെ വിളിച്ച് പറയുന്നുണ്ടാവും, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോകുന്നുണ്ട്, നിങ്ങൾ വരണം എന്നോർത്ത് വിളിച്ച് വരുത്തുന്നതാന്ന് തോന്നുന്നു. കാരണം ഇവളൊക്കെ എവിടെ പോയാലും മീഡിയക്കാരുണ്ട്. അതുപോലെ തന്നെ മീഡിയക്കാർ ഇപ്പോ ഇവളോടൊക്കെ ചോദിക്കുന്ന ചോദ്യം രേണുവിനെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. രേണുവിനെ കുറിച്ച് ചോദിക്കുമ്പോ ഇവള് പറയുന്ന മറുപടികൾ ഇതാ, രേണു എവിടെ എത്താൻ പോകുന്നില്ല, രേണു എങ്ങും എത്താൻ പോകുന്നില്ല. അതുപോലെ തന്നെ സുധിയുടെ പേര് പറഞ്ഞിട്ട് പറയുന്നു, സുധി എന്നുള്ള ഒരു പേര് പോയി കഴിഞ്ഞാൽ രേണു തീർന്നു. ഇവളുടെ ഈ ഒരു സംസാരം കേൾക്കുമ്പോ അറിയാം അസൂയ നന്നായിട്ടുണ്ട് എന്ന്. ഇപ്പൊ നമ്മളൊക്കെ പല കാര്യങ്ങളിലും രേണു സുധി വിമർശിച്ചിട്ടുണ്ട്, വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യാറുമുണ്ട്. അത് നമുക്ക് അവരോട് അസൂയ കൊണ്ടല്ല. അങ്ങനെ അവരെ കണ്ടിട്ട് അസൂയപ്പെടാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അതേ രീതിയിൽ, നമുക്ക് യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്. നമുക്ക് വൈറലാകണമെന്നുണ്ടെങ്കിൽ ഇവളുമാര് കാണിക്കുന്ന പോലെയുള്ള പേക്കൂത്ത് കാണിച്ചാൽ ആർക്കും വൈറലാകാം. പക്ഷെ അമ്മാതിരി തരം താഴ്ന്ന പരിപാടിക്ക് നമുക്കൊന്നും താല്പര്യമില്ല, നമുക്ക് അതിനൊട്ട് നേരവും ഇല്ല,
അതിനൊട്ടുള്ള ആഗ്രഹവും ഇല്ല. അങ്ങനെയുള്ള റീച്ചോ വൈറലാകോ ഒന്നും വേണ്ട. നമുക്കൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നേ ഉള്ളൂ. അല്ലാതെ ഇവളെ ഒന്നും കണ്ട് അസൂയപ്പെടേണ്ട. ഒരുപാട് ആൾക്കാർ വന്നിട്ട് കമന്റ് ഇടുന്നത് നിനക്കൊക്കെ അസൂയല്ലേ, അവൾ അവിടെ വരെ എത്തി നിൽക്കുന്നതിന്റെ അസൂയല്ലേ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആൾക്കാർ. ഈ കമന്റ് ഇടുന്നവരൊന്ന് ചിന്തിക്കൂ. നമുക്ക് വൈറലാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്. അതിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വൈറലാകും. അത് ഇടേണ്ട രീതിയിലുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ആർക്കും വൈറലാകാം. പക്ഷെ നമുക്ക് അമ്മാതിരി തനി തറ പരിപാടി നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളൊട്ട് അതിന് നിക്കത്തുമില്ല. പക്ഷെ ഇവളുമാരൊക്കെ എന്തുവാ, റീച്ച് ആകാൻ വേണ്ടിയിട്ട് എന്ത് കാണിക്കാനും ഏത് രീതിയിൽ ഡ്രസ്സ് ധരിച്ച് എത്ര ആണുങ്ങളുടെ മുന്നിൽ പോയി നിൽക്കാനും ഒരു ഉളുപ്പുമില്ല. ഇപ്പൊ ഈ ഒരു പെണ്ണാകണമെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ഈ ബൈറ്റ്സ് കൊടുക്കുന്ന സമയത്ത് ഈ മീഡിയക്കാരൊക്കെ ഫോണും ക്യാമറയൊക്കെ തൂക്കി ഇവളുടെയൊക്കെ പുറകെ നടക്കുക. അവരുടെയൊക്കെ മുന്നിൽ ഒരു നാണവും ഇല്ലാതെ നിൽക്കുന്ന ഒരു നിൽപ്പില്ലേ, എന്താ പറയണ്ടേ. എന്നിട്ട് ഇവള് വന്നിട്ട് അവളെ കുറ്റം പറയുന്നു. ഇവളുടെ മെയിൻ പരിപാടി ഇത്. ഇപ്പൊ രേണുസുതി എന്ന് പറയുമ്പോഴത്തേക്കും വൈറലായി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവള് വിചാരിച്ചെന്താ, രേണുവിനെ കുറ്റം പറയുമ്പോ ഇവക്ക് റീച്ച് കിട്ടും, അല്ലെ ഇവള് അറിയപ്പെടും നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവള് പറഞ്ഞ പോലെ തന്നെ ഇവളുടെ ഇപ്പൊ എല്ലാ ആൾക്കാരും ഇവളുടെ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇവള് രേണുവിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങള്, രേണു ദുബായി പോയത് അത്ര വലിയ കാര്യമൊന്നും അല്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ പിന്നെ നേരത്തോട്ട് രേണുവിന്റെ പല വീഡിയോസും എടുത്ത് വിമർശിക്കാറുണ്ട്, വിമർശിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ. അല്ലാതെ നമുക്കാർക്ക് അവരുടെ അസൂയോ കുശുമ്പോ ഒന്നുമില്ല. അവരുടെ ചില പ്രവർത്തികളെയാണ് നമ്മൾ വിമർശിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഇവക്ക് ഇത് പറയാനുള്ള ഒരു യോഗ്യത ഇല്ലാത്ത അവളാണ്. അവൾ എന്നിട്ട് ഇമ്മാതിരി വൃത്തികേടും കാണിച്ചുകൊണ്ട് നടന്നിട്ട് ഇവക്ക് കുറ്റം പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? എന്ത് യോഗ്യത ഇവക്ക് ഇരിക്കുന്നു? ഇവക്ക് ഒരു യോഗ്യതയില്ല. ഇവർക്ക് വൈറലാകാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഇമ്മാതിരി പരിപാടിയും കാണിച്ചുകൊണ്ട് നടക്കണം, നാണമില്ലാത്തത്. എന്നിട്ട് ഇറങ്ങിയിരിക്കുവാണ് അങ്ങ് മെഴുകാൻ വേണ്ടിയിട്ട്. കുറച്ച് സ്ത്രീകളൊക്കെ കുറച്ചൊരു നാണവും മാനവും ഉളുപ്പും ഒക്കെ വേണ്ടേ? ഒരു നാണവും ഇല്ലാതെ അങ്ങ് എന്തും കാണിച്ച് നടക്കാൻ ഒരു മടിയില്ല. കഷ്ടം തന്നെ. സപ്പോർട്ട് ചെയ്യട്ടെ, രേണു സപ്പോർട്ട് ചെയ്യട്ടെ, അതൊക്കെ നല്ല കാര്യം. രേണു ചെയ്യുന്നത് ഇപ്പൊ സുധീന്റെ ഫെയിം യൂസ് ചെയ്തിട്ട് ഒരു ആണ് തീർച്ചയായിട്ടും. ആ സുധി എന്ന സംഭവം പോയി കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ രേണു. സുധി എന്ന ആ സംഭവം ഉള്ളതുകൊണ്ട് വന്ന ആളാണ്. സുധി ഉണ്ടായിരുന്ന സമയത്ത് രേണു എന്ന് പറയുന്ന ഒരാൾ ആരാന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ എന്താ ഏതോ ചാനലിലൊക്കെ സുധിച്ചേട്ടൻ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തല്ലേ രേണുവിനെ, ഇതാണ് എൻ്റെ വൈഫ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ സുധി എന്നുള്ള ഇത് നിൽക്കുന്നോണ്ട് പുള്ളിക്കാരത്തി ഫെയിമിൽ ഇങ്ങനെ നിൽക്കുന്നു. അത്ര എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ